വീട്ടിൽ 2 പുതിയ പണിക്കാരെടുത്തിട്ടുണ്ട്. പണിക്കാർ കാഴ്ചയിലൊന്നും വലിയ കുഴപ്പമില്ല, നല്ല രീതിക്ക് പണിയെടുക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ അവരെ അപ്പോയിൻറ്റ് ചെയ്തത്. മൂപ്പർ ഇവിടെ നല്ല രീതിക്ക് മണ്ണൊക്കെ കൊത്തി സഹായിക്കുന്നൊക്കെ ഉണ്ട്. പണി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ പണിയാണെന്ന്. അങ്ങനെ ഇത്താത്തനെ വിളിച്ചപ്പോൾ ഇത്താത്താണെങ്കിൽ ഒരു കോലുമുട്ടായും കഴിച്ച് നിൽക്കുക. പണിയെടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞൊരു ബക്കറ്റ് എടുത്ത് പൊന്തിക്കാൻ നോക്കിയപ്പോൾ മൂപ്പർക്ക് അത് പൊന്തിക്കാൻ കഴിയുന്നില്ല. ആ കാഴ്ച കണ്ട് പാവം തോന്നി ഞാൻ പറഞ്ഞു, ഇത്താത്തേ അതവിടെ വെച്ചിട്ട് ഈ മട്ടലൊന്നും എടുത്ത് അപ്പുറത്തേക്ക് ഇടുന്നു. വന്ന് തൊട്ട് നോക്കി ഇത്താത്ത ഒരു പോക്കങ്ങ് പോയി. പിന്നെ ഇക്കാക്ക വലിയ മെയിനായിട്ട് സഹായിക്കാനൊക്കെ നോക്കിയെങ്കിൽ ഇക്കാക്കും കഴിഞ്ഞില്ല. പിന്നെയാണ് ആ നഗ്നസത്യം എനിക്ക് മനസ്സിലായത്, പണി മൊത്തം എനിക്കാണ്, ഇവർ അപ്പോയിന്റ് ചെയ്തത് കമ്പനിക്ക് നഷ്ടമാണെന്ന്. അങ്ങനെ അവസാനം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടാക്കും കൂലി വേണമെന്ന്. കൂലിയായിട്ട് ചോദിച്ചാൽ ബീച്ചിൽ കൊണ്ടുപോകാൻ. അങ്ങനെ പിന്നെ പാവല്ലേ കുറച്ചൊക്കെ സഹായിച്ചല്ലോ വെച്ചിട്ട് 2 തൂക്കിയെടുത്ത് നമ്മൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് ബസ് സ്റ്റോപ്പ് എത്തിയപാട് ഇവർക്ക് 2 ഓരോ പാക്കറ്റൊക്കെ വാങ്ങിച്ച് കൈമ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ആദ്യം എനിക്കൊരു ചെരുപ്പ് എടുക്കാനേ, ഇതിനിടാനേ. അങ്ങനെ ഞാൻ അവിടെ എത്തിയപാട് തന്നെ കാക്ക പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന്. അങ്ങനെ ഓൻ്റെ വകയുള്ള സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ബില്ല് ചെയ്യുമ്പോഴത്തേനും അവിടെ പലതരം കളികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ കളി എൻ്റെ ചെരുപ്പെടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എസക്ക് ഒരു ചെരുപ്പ് കണ്ടുവെച്ചിരുന്നു. അപ്പോൾ അത് വാങ്ങാലോ വെച്ച് പോയപ്പോഴത്തേനും അത് അവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. പിന്നെ കാണിച്ചു തന്നൊന്നും എനിക്ക് അത്ര മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല, കാരണം നമ്മളത് കണ്ടു വെച്ചിട്ട് ഓൾറെഡി പോയതായതുകൊണ്ട്. ആ ചെരുപ്പെടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലെത്തി. ഇവരെ കൂലി ചോദിച്ചത് ബീച്ചാണല്ലോ. അങ്ങനെ പിന്നെ ഇവരെ ബീച്ചിലെത്തി കുറച്ച് കളിക്കുമ്പോഴത്തേനും പപ്പ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചതാണ്, ഞാൻ അവിടെ ഔട്ടായി. പിന്നെ അവിടെ എനിക്ക് വലിയ റോളില്ല, ഞാൻ ഇവരെ വൈത്താൽ എങ്ങനെ നടക്കുക, ഇവർ 4 ആൾ ഒരു ഫാമിലി പോലെ അങ്ങ് പോവുക. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തിയ പാടന്നെ ഈ ഒരു ജീപ്പ് കണ്ടപ്പോൾ ഇവാൻ അതിൻ്റെ മേലെ ഓടിക്കറി. പിന്നെ എസനി സൈഡിലിരുത്തി ഒരു 2 മെയിനായിട്ട് 2 റൗണ്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ താത്തക്കും ഉക്കാക്കും ആ 2 റൗണ്ട് ഒന്നും ആയിട്ടില്ല. അങ്ങനെയോ ഞങ്ങൾ 2 കൂടി സോപ്പ് ഇട്ടിട്ട് അതിന് ഇറക്കിയിട്ടുണ്ട്. ആദ്യം എസൻ എങ്ങനെയൊക്കെയോ ഇറക്കി, പിന്നെ പപ്പ മെല്ലെ സോപ്പ് ഇട്ടിട്ട് ഇവാനെ ഇറക്കുമ്പോഴത്തേന് എസ അടുത്തുള്ള വണ്ടിയിലേക്ക് ഓടിക്കയറി. ഇനി അതിൽ 2 റൗണ്ട് അടിക്കട്ടെ എന്നിട്ട് പിന്നെ അതിന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ എങ്ങനെയൊക്കെ ഇറക്കിച്ചു. അതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത്. പിന്നെ ഇവാൻ എവിടെ ചെന്നാൽ എന്തിൻ്റെങ്കിലൊക്കെ പേരിലൊരു കരച്ചിലുണ്ടാവും. ഓൻ ആ വണ്ടി വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. കരച്ചിൽ നിൽക്കാൻ കുറച്ച് ടൈം എടുത്ത്. മമ്മി എന്തൊക്കെയോ പറഞ്ഞ് സോപ്പ് ഇട്ട് അത് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് എസ ആണെങ്കിൽ പിന്നെ ഞാൻ കൈ വിട്ടാൽ ഓടും എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ കൈ വിടൂല എന്ന് മനസ്സിലായപ്പോൾ പാവം പോലെ എൻ്റെ കൂടെ തന്നെ വരിക, വേറെ ഓപ്ഷൻ ഓളയിലില്ല. അങ്ങനെ നമ്മൾ നേരെ ചാടിക്കാൻ പോയി. ബീച്ചിലെത്തി ഈ പെട്ടിപ്പിടിയെ കയറി ചാടിക്കൽ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ചായയും കോളിഫ്ലവറും കാടമുട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ ഇവാൻ എപ്പോൾ കാടമുട്ട വാങ്ങിച്ചാലും എനിക്ക് ആദ്യം തരും, അത് കഴിഞ്ഞിട്ട് അവന് വേറെ ആർക്കും കൊടുക്കുള്ളൂ. ഭയങ്കര സ്നേഹമാണ്. പിന്നെയും കുറച്ച് നേരം കൂടി നിന്ന് അവിടെ ഞാൻ യുദ്ധം നടക്കുന്നത് മനസ്സിലായപ്പോൾ നമ്മൾ വേഗം ഓട്ടോയും പിടിച്ച് വേഗം വീട്ടിലേക്ക് വിട്ട്.